ഇതെന്നാ കോലവാ, എങ്ങനെ ഇരുന്ന കൊച്ചാ, ഇപ്പൊ പാക്ക് പോലായിപ്പോയി, എന്റെ കളറൊക്കെ അങ്ങ് പോയല്ലോ, ആകെ കറുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കമന്റുകൾക്കെതിരെ ജെൻസി 10-20 ഓണം കൂടുതലുണ്ടായതുകൊണ്ട് നമ്മൾ ബോഡി ഷേമിംഗ് ഈ ജനറേഷൻസിലാണ് കൂടുതലായി. വെൽക്കം ടു എ ന്യൂ വീഡിയോ. ജെൻസി ആൻഡ് ബോഡി ഷേമിംഗ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ രണ്ട് വാക്കുകൾ തീർച്ചയായും ഇതിനോടകം കണ്ടിരിക്കും. ഈ വാക്കുകൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഒരു 98-നും 2012-നും ഇടയ്ക്ക് ജനിച്ച ആളുകളെയാണ് നമ്മൾ ജെൻ സി എന്ന് പറയുന്നത്. ജനറേഷൻ സി എന്ന് വെച്ചാൽ ഇവരുടെ പ്രായം ഇപ്പോൾ ഏതാണ്ട് 14 മുതൽ 28 വയസ്സ് വരെ ആയിരിക്കും. ഇനി ബോഡി ഷേമിങ്ങിലേക്ക് വരാം. ഒരാളുടെ ശരീരത്തെക്കുറിച്ചോ അയാളുടെ നിറത്തെക്കുറിച്ചോ വണ്ണത്തെക്കുറിച്ചോ നെഗറ്റീവായ കമൻറ്റ് നൽകുന്നതിനാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ഫ്രണ്ടിനെയോ ഒരു റിലേറ്റീവിനെയോ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നു എന്ന് വിചാരിക്കുക. സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം അയ്യോ നീ ഒരുപാട് മാറിപ്പോയല്ലോ, തടിച്ചു പോയല്ലോ, അല്ല ക്ഷീണിച്ചു പോയല്ലോ, ഇങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബോഡി ഷേമറാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ജെൻ സി ആൾക്കാർ പറയുന്നതാണ്. അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെയുള്ള കമൻറ്റുകൾ വളരെ അനാവശ്യമാണ്. ഇങ്ങനത്തെ ഒരു സ്വഭാവം കൂടുതലായി കണ്ടുവരുന്നത് കുറച്ച് ഓൾഡർ ജനറേഷനിലാണ്. ഒരു 80s ജനിച്ച മില്ലനിയൽസ് ആയിട്ടുള്ള എൻ്റെ ഒരു ജനറേഷൻ, പിന്നെ ഒരു 70s ജനിച്ച ജനറേഷൻ എക്സ്, പിന്നെ അതിനേക്കാൾ മുമ്പ് ഒരു 50-ലും 60-ലും ജനിച്ച ബേബി ബൂമേഴ്സ് അല്ലെങ്കിൽ ബൂമേഴ്സിൻ്റെ ഒരു ജനറേഷനിലാണ് ഈ ഒരു സ്വഭാവം കൂടുതലായി കണ്ടുവരുന്നത്. ജെൻ സിയുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയുള്ള കമൻറ്റ്സ് ഇവർക്ക് ലോ സെൽഫ് കോൺഫിഡൻസ്, ആൻസൈറ്റി, സ്ട്രെസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഈ അടുത്തിടയ്ക്ക് ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ ആക്ട്രസ് ആനിയുടെ ഒരു കമൻറ്റ് വൈറലായിരുന്നു. ആനി മറ്റൊരു നടിയോട് പറഞ്ഞത് ഏതാണ്ട് ഇതുപോലെയാണ്: ഇതെന്നാ കോലമാകുച്ചേ, എങ്ങനെ ഇരുന്ന കൊച്ചാ, ഇപ്പോഴത്തെ പാക്ക് പോലായി. ഇങ്ങനെയുള്ള കമൻറ്റുകളെയാണ് ജെൻ സി ബോഡി ഷേമിംഗ് ആയി കണക്കാക്കുന്നത്. പല ജെൻ സി ആൾക്കാരും ഈ കമൻറ്റിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. ഇവരുടെ ഈ പോസ്റ്റുകളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ വൈറലായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കമൻറ്റുകൾ പാസ്സാക്കുന്ന പലരും അതിനൊരു ജസ്റ്റിഫിക്കേഷൻ പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, കരുതൽ കൊണ്ടാണ് എന്നൊക്കെയാണ്. പക്ഷേ ജെൻ സിയുടെ വാദം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്നേഹവും കരുതലും ഒന്നും അവർക്ക് വേണ്ട എന്നതാണ്. ഒരു കണക്കിന് നോക്കിയാൽ ഇവർ പറയുന്നതിലും കാര്യമില്ല. ഒരാളുടെ വണ്ണത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശം? ഇങ്ങനെയുള്ള കമൻറ്റുകൾ പലർക്കും വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മളുടെ ലോകം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുമ്പേ നമ്മൾ സംസാരിച്ചിരുന്ന ചില വാക്കുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം. ശരിക്കും പറഞ്ഞാൽ പല വാക്കുകളുടെ യൂസേജിനും ഒരു മയം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഫോർ എക്സാമ്പിൾ, പണ്ട് നമ്മൾ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ പതുക്കെ ഹോം മേക്കറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിസേബിൾഡ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ പതുക്കെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയി മാറി. ഞാൻ ഉൾപ്പെടെ ബോഡി ഷേമിംഗ് ചെയ്യാത്തതായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജെൻസിയേക്കാളും ഒരു 10-20 ഓണം കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ ഇനിയും നമ്മൾ ഒരാളുടെ നിറത്തെക്കുറിച്ചോ വണ്ണത്തെക്കുറിച്ചോ ഒക്കെ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബോഡി ഷേമിങ്ങിനെ കുറിച്ചും ജെൻ സിയെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക.